ഇതിൽ ആദ്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ജീപ്പിൻ്റെ സ്വഭാവം മനസ്സിലാക്കി ഡ്രൈവ് ചെയ്യുക. അതായത് ഈ വണ്ടി ഡ്രൈവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ജീപ്പ് ഡ്രൈവ് ചെയ്യുമ്പോൾ നിങ്ങൾ ഏറ്റവും ശ്രദ്ധയോടെ ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഗിയർ ഷിഫ്റ്റിംഗ് ആണ്. കാരണം നമ്മൾ വളരെ സൂക്ഷിച്ച് ഗിയർ ഷിഫ്റ്റ് ചെയ്യണം. ഇനി എന്താണ് 4 വീൽ ഡ്രൈവ് എന്ന് ഞാൻ വളരെ ലളിതമായിട്ട് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിലൊന്ന് പറയാം. ഇപ്പം ഞാൻ 3rd ഗിയർ വരികയാണ്. നല്ല വളവ് ഇറക്കുവാണെങ്കിൽ ശ്രദ്ധിക്കുക, ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല. ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിന് ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കും. ഹൈ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഗുഡ്സൺ കട്ടപ്പന. നമ്മുടെ ചാനലിലെ അടുത്ത പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. നിങ്ങൾക്ക് ഈ വണ്ടി കണ്ടപ്പോൾ മനസ്സിലായി കാണുമല്ലോ ഇത് ഏത് വണ്ടിയാണെന്ന്. ജീപ്പ് 93 മോഡൽ ജീപ്പ്. വാഹനം പഠിച്ചു തുടങ്ങുന്നവരായിക്കോട്ടെ, വാഹനം ഓടിക്കുന്നവർ ആയിക്കോട്ടെ, ഡ്രൈവിങ്ങിൽ എപ്പോഴും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ജീപ്പ് ഓടിക്കുക എന്നുള്ളത്. അപ്പോൾ ജീപ്പ് നിങ്ങൾക്ക് എങ്ങനെ ഈസി ആയിട്ട് ഓടിക്കാൻ പഠിക്കാം എന്നുള്ളതാണ് ഇന്നത്തെ ഒരു ട്യൂട്ടോറിയൽ. 93 മോഡൽ ജീപ്പാണ്. 1993 മോഡൽ മഹേന്ദ്ര ജീപ്പ് 4 വീൽ ഡ്രൈവ് വണ്ടിയാണ്. അപ്പോൾ ഈ വണ്ടി നമുക്ക് എങ്ങനെ ഈസി ആയിട്ട് ഓടിക്കാൻ പഠിക്കാമെന്നുള്ളത് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളെ ഡ്രൈവ് ചെയ്ത് കാണിച്ചു തരാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. ഒപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് നൽകുക. ഇതിൽ ആദ്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ജീപ്പിൻ്റെ സ്വഭാവം മനസ്സിലാക്കി ഡ്രൈവ് ചെയ്യുക. അതായത് ഈ വണ്ടി ഡ്രൈവ് ചെയ്യുമ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ പ്രോപ്പറായിട്ട് അറിഞ്ഞിരിക്കണം. ഇല്ലെങ്കിൽ അപകടം ഉണ്ടാകാനായിട്ടുള്ള ഒരു സാധ്യതയുണ്ട്. കാരണം ഓടിച്ച് പരിചയമില്ലാത്ത ഒരാൾക്ക് തീർച്ചയായിട്ടും അപകടം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതായത് ജീപ്പിൻ്റെ സ്റ്റിയറിംഗിലേക്ക് വരുമ്പോൾ ഈ സ്റ്റിയറിംഗ് വീലിനൊരു പ്ലേ ഉണ്ട്. പ്ലേ എന്നത് ഉദ്ദേശിക്കുന്നത് ഇപ്പം സ്റ്റിയറിംഗ് വീൽ ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ ഞാനിതുകൊണ്ട് ഇത്ര ഇങ്ങോട്ട് തിരിച്ചു കഴിഞ്ഞാൽ ഇതുകൊണ്ട് ഇത്ര ഏരിയ പ്ലേ ആണ്. ഇനി ഇവിടുന്ന് തിരിച്ചു കഴിഞ്ഞാലേ നമുക്കിതുകൊണ്ട് സ്റ്റിയറിംഗ് തിരിഞ്ഞു കിട്ടത്തുള്ളൂ. അത് തന്നെയാണ് ഇതുകൊണ്ട്. ഇപ്പോൾ ഇവിടെ റൈറ്റ് സൈഡിലേക്ക് പിടിച്ചു കഴിഞ്ഞാൽ ഇത്ര ഏരിയ പ്ലേ ആണ്. അതിനുശേഷം നമ്മൾ സ്റ്റിയറിംഗ് തിരിക്കണം. ഒട്ടുമിക്ക വാഹനങ്ങളുടെയും സ്റ്റിയറിംഗ് വീലിന് ഒരു പ്ലേ ഉണ്ട്. ചിലതിന് പ്ലേ കൂടുതലായിരിക്കാം, അത് ചിലതിന് കുറവായിരിക്കാം. തൊട്ട് താഴോട്ട് വരുമ്പോൾ തന്നെ ഈ പെഡലുകളെ നിങ്ങൾ പ്രോപ്പറായിട്ട് മനസ്സിലാക്കണം. ഈ പെഡലുകളിൽ നിങ്ങൾ പ്രധാനമായിട്ടും ബ്രേക്ക്, ആക്സിലറേറ്റർ, അതായത് ഈ ബ്രേക്ക് പെഡലിനോട് ചേർന്ന് തൊട്ടടുത്ത് തന്നെയാണ് ആക്സിലറേറ്റർ പെഡൽ ഇരിക്കുന്നത്. എന്നാൽ ഈ ക്ലച്ച് പെഡലിന് കണ്ടോ ഇത്രയധികം ഒരു ഗ്യാപ്പ് ഉണ്ട്. നമ്മൾ സാധാരണ ചെറിയ കാറൊക്കെ ഓടിക്കുമ്പോൾ ഈ പെഡലുകളൊക്കെ കുറച്ചും കൂടെ അടുത്തായിരിക്കും, ഇത്രയും ഗ്യാപ്പ് വരത്തില്ല. ഇപ്പം ബ്രേക്ക് ആക്സിലറേറ്ററിൻ്റെ ഒരു ഗ്യാപ്പ് നിങ്ങൾ കണ്ടില്ലേ, ഇതാണ് ആ ഒരു ഗ്യാപ്പ് വരുന്നത്. അപ്പോൾ നമുക്ക് ബ്രേക്കും ആക്സിലറേഷനും ഇതുകൊണ്ട് ബ്രേക്ക് പെഡലിനോട് നേരെ വലത്തേക്കാല് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ നമുക്ക് ആക്സിലറേഷനും ഇങ്ങനെ ബ്രേക്കിലേക്കും വരാനായിട്ട് കഴിയും. ഇനി ക്ലച്ച് ചവിട്ടുന്ന സമയത്ത് നിങ്ങൾ നോക്കുക, ഇടത്തേക്കാല് ഫ്രീ ആക്കി വെക്കണം. കാലിൻ്റെ എൻഡ് ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ ചവിട്ടാൻ നോക്കരുത്, വലിയ പാടാണ്. ഇടത്തേക്കാല് ജസ്റ്റ് ഫ്രീ ആക്കുക. കാലിൻ്റെ എൻഡ് ഇവിടെ ചവിട്ടേണ്ട ആവശ്യമില്ല. ഇല്ലാതെ പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് ക്ലച്ച് ഇതുപോലെ ചവിട്ടാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് ജീപ്പ് ഡ്രൈവ് ചെയ്യുമ്പോൾ നിങ്ങൾ ഏറ്റവും ശ്രദ്ധയോടെ ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഗിയർ ഷിഫ്റ്റിംഗ് ആണ്. കാരണം നമ്മൾ വളരെ സൂക്ഷിച്ച് ഗിയർ ഷിഫ്റ്റ് ചെയ്യണം. ഇതിപ്പോൾ 93 മോഡൽ ജീപ്പ് ആയതുകൊണ്ട് ഇതിൻ്റെ ഗിയറിൻ്റെ പൊസിഷന് വ്യത്യാസമുണ്ട്. അപ്പം പ്രോപ്പറായിട്ട് ഗിയറിൻ്റെ പൊസിഷൻ നിങ്ങൾ മനസ്സിലാക്കുക. ഇപ്പോൾ ഞാൻ അതിനുവേണ്ടി ബ്രേക്കേ കാല് വെക്കുന്നു, ക്ലച്ച് പൂർണ്ണമായിട്ട് ചവിട്ടാണ്. ഇപ്പോൾ എൻ്റെ വണ്ടിയുടെ ഗിയർ കിടക്കുന്നത് റിവേഴ്സ് ഗിയറിലാണ്. അപ്പോൾ നിങ്ങൾക്കൊരു ചോദ്യം ഉണ്ട്, റിവേഴ്സ് ഗിയർ എന്ന് പറയുന്നത് നമ്മൾ സാധാരണ ചെറിയ വണ്ടികളിൽ ഫസ്റ്റ് ഗിയർ ഇടുമല്ലോ, ആ ഭാഗത്താണ് ഈ വണ്ടിയുടെ റിവേഴ്സ് ഗിയർ എന്ന് പറയുന്നത്. ഇപ്പം റിവേഴ്സ് ഗിയറിലാണ് കിടക്കുന്നത്. ഇനി വണ്ടിയുടെ ഗിയർ ലിവർ ഞാൻ ജസ്റ്റ് താഴോട്ടൊന്നാക്കുന്നു. ഇപ്പോൾ വണ്ടിയുടെ ഗിയർ ലിവർ ന്യൂട്രായി കഴിഞ്ഞാൽ ഇനി ഫസ്റ്റ് ഗിയർ എന്ന് പറയുന്നത് ഗിയർ ലിവർ ജസ്റ്റ് ലെഫ്റ്റ് സൈഡിലേക്ക് ചേർത്ത് നേരെ താഴോട്ടിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് ഗിയർ ഇടാം. ഇനി സെക്കൻഡ് ഗിയർ എന്ന് പറയുന്നത് ഫസ്റ്റ് ഗിയറിൻ്റെ നേരെ ഓപ്പോസിറ്റ് കിടക്കുന്നത് റിവേഴ്സാണ്. അപ്പോൾ സെക്കൻഡ് എന്ന് പറയുമ്പോഴത്തേന് ന്യൂട്രൽ പൊസിഷനിലേക്ക് ആക്കിയിട്ട് ഗിയർ ലിവർ കുറച്ച് റൈറ്റിലേക്ക് പിടിച്ച് മേളിലേക്ക് ഇട്ടാൽ നമുക്ക് സെക്കൻഡ് ഗിയർ ഇടാം. ഇനി തേർഡ് എന്ന് പറയുന്നത് വീണ്ടും ന്യൂട്രൽ പൊസിഷനിലേക്ക് ആക്കുക, ലിവർ ഈ റൈറ്റ് സൈഡ് തന്നെ ചേർത്ത് നേരെ താഴോട്ടിട്ടാൽ നമുക്ക് നേരെ തേർഡ് ഗിയറിലേക്ക് ഇടാനായിട്ട് കഴിയും. ഇതാണ് ഗിയറിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ സെക്കൻഡ് ഗിയർ ഇടുന്ന സമയത്ത് സൂക്ഷിക്കണം. കാരണം ഫസ്റ്റ് ഗിയറിൽ നിന്ന് സെക്കൻഡ് ഇടുമ്പോൾ നേരെ മുകളിലേക്ക് ഇടാൻ പാടില്ല. ന്യൂട്രൽ പൊസിഷനിൽ വരിക, റൈറ്റ് സൈഡ് ചേർക്കുക, മേളിലേക്ക് ഇടുക. അപ്പോൾ നമുക്ക് സെക്കൻഡ് ഗിയർ കറക്റ്റായിട്ട് ഇടാനായിട്ട് കഴിയും. ഇനി 2 കുട്ടി ലിവർ ഇവിടെ കൊടുത്തേക്കുന്നത് കണ്ടല്ലോ, ഇതാണ് നമ്മൾ 4 വീൽ ഡ്രൈവിനായിട്ട് ഉപയോഗിക്കുന്ന ഗിയർ ലിവർ എന്ന് പറയുന്നത്. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ കുട്ടി ലിവറിലെ ഈ കുട്ടി ലിവർ ജസ്റ്റ് മേളിലേക്ക് നമ്മൾ ഒന്ന് തള്ളുന്നു. ആ സമയത്ത് എന്ത് ചെയ്യുന്നു, ഈ വലിയ ലിവർ നേരെ താഴോട്ടൊന്നിടുന്നു. അതിനുശേഷം ഈ കുട്ടി ലിവർ വീണ്ടും മേളിലേക്ക് ഒന്നുകൂടെ ഇടുന്നു. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ 4 വീൽ ഡ്രൈവിലാണ് കിടക്കുന്നത്. നമ്മളൊരു വാഹനം ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നല്ല ഭീകരമായിട്ടുള്ളൊരു കയറ്റം അല്ലെങ്കിൽ ചെളി അങ്ങനെയുള്ള ഏരിയകളൊക്കെ വരുന്ന സമയത്ത് നമുക്കൊരു സെക്കൻഡ് ഗിയർ കൊടുത്ത് ഈ 4 വീൽ ഡ്രൈവ് ഇട്ട് കഴിഞ്ഞാൽ ഈസി ആയിട്ട് തന്നെ വാഹനം നമുക്ക് ഡ്രൈവ് ചെയ്ത് നമുക്ക് ആ ഏരിയയിൽ കൂടെ ഡ്രൈവ് ചെയ്ത് പോകാനായിട്ട് സാധിക്കും. ഇനി ഈ 4 വീൽ ഡ്രൈവിൽ നിന്ന് നമുക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, അതായത് ഈ കുട്ടി ലിവറിലെ ഈ കുട്ടി ലിവർ വീണ്ടും നമ്മൾ നേരെ താഴോട്ടൊന്ന് വലിക്കുന്നു. അതിനുശേഷം ഒന്നുകൂടെ താഴോട്ട് വലിക്കുന്നു. വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ വലിയ ലിവർ നേരെ മേളിലേക്ക് ഒന്നിടുന്നു. അപ്പം നമുക്ക് ഇപ്പോൾ 4 വീൽ ഡ്രൈവിൽ നിന്ന് മാറി ഗിയർ ലിവർ വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി എന്താണ് 4 വീൽ ഡ്രൈവ് എന്ന് ഞാൻ വളരെ ലളിതമായിട്ട് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിലൊന്ന് പറയാം. അതായത് 2 വീൽ ഡ്രൈവ് ഉണ്ട്, 4 വീൽ ഡ്രൈവ് ഉണ്ട്. ഇപ്പോൾ ഈ ജീപ്പിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ നമ്മൾ സാധാരണ ഓടിക്കുന്നത് 2 വീൽ ഡ്രൈവിലാണ്. 2 വീൽ ഡ്രൈവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വാഹനത്തിൻ്റെ എൻജിനിൽ നിന്ന് വരുന്ന പവർ,
ഗിയർ ബോക്സ് വഴി നമ്മുടെ ബാക്കിലെ 2 ചക്രങ്ങളിലേക്ക് ആ പവർ ഫ്ലോ എത്തി ആ ബാക്കിലെ ചക്രങ്ങളുടെ സഹായത്തോടെ വണ്ടി ഡ്രൈവ് ആകുന്നതാണ് 2 വീൽ ഡ്രൈവ് എന്ന് പറയുന്നത്. എന്നാൽ 4 വീൽ ഡ്രൈവ് എന്ന് പറയുന്നത് നമ്മുടെ വണ്ടിയുടെ 4 ചക്രങ്ങളിലേക്ക് എഞ്ചിനിൽ നിന്ന് വരുന്ന പവർ ഫ്ലോ ഗിയർ ബോക്സ് വഴി ഈ 4 ചക്രങ്ങളിലേക്ക് എത്തുന്നു. അങ്ങനെ ഈ 4 ചക്രങ്ങൾ ഒരേ രീതിയിൽ പിടിച്ച് ഡ്രൈവ് ആകുന്നതാണ് 4 വീൽ ഡ്രൈവ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ 4 വീൽ ഡ്രൈവിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ലോയും ഹൈയും ഇടാനായിട്ടാണ് ഒരു കുട്ടി ലിവർ അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ലോയും ഹൈയുടെയും പ്രത്യേകത എന്ന് പറയുന്നത് 4 വീൽ ഡ്രൈവിൽ ലോ കൊടുക്കുമ്പോൾ നമ്മുടെ വാഹനം നമുക്ക് നല്ല ഭീകരമായിട്ടുള്ള ഒരു പാറക്കെട്ട് അല്ലെങ്കിൽ നമ്മുടെ വണ്ടി കയറാൻ പറ്റാത്ത അത്രയും വലിയ ഏരിയകളിലൂടെയൊക്കെ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ 4 വീൽ ഡ്രൈവിൽ ലോ കൊടുക്കും. ഇനി നമുക്ക് അത്യാവശ്യം വലിയ പ്രശ്നമില്ലാത്ത ഏരിയ ആണ് മഞ്ഞ്, അതുപോലെ തന്നെ ബീച്ച് പോലെയുള്ള സ്ഥലങ്ങൾ, ചെറിയ ചരലുകൾ, ഇവിടെയൊക്കെ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ 4 വീൽ ഡ്രൈവിൽ ഹൈ ആണ് കൊടുക്കുന്നത്. ഇതാണ് അതിൻ്റെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. ഇനി ഈ ഏരിയ മാറിക്കഴിഞ്ഞാൽ നമ്മൾ പിന്നെ എന്ത് ചെയ്യും? വീണ്ടും നമ്മൾ 2 വീൽ ഡ്രൈവിലേക്കാക്കി നോർമൽ പൊസിഷനിലേക്കാണ് ആക്കുന്നത്. ഇനി നമുക്ക് വാഹനം ഓടിക്കാം. എൻ്റെ കാല് ബ്രേക്കിലേക്ക് എടുത്ത് വെക്കുന്നു, ക്ലച്ച് പൂർണ്ണമായിട്ട് ചവിട്ടുന്നു, വണ്ടിയുടെ താക്കോല് ഞാൻ ഓൺ ചെയ്യുകയാണ്. ഇതേ വാഹനം ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നു. കൃത്യമായിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു? ഫസ്റ്റ് ഗിയറിലേക്ക് ചേർത്ത് ഇടുന്നു. അതിനുശേഷം ചെറിയൊരു ഇറക്കമാണ്, ബ്രേക്കിൽ നിന്ന് പതിയെ അയക്കുന്നു. ഹാഫ് ക്ലച്ച് പോയിന്റിൽ നിന്ന് ഇതേ പതിയെ അയച്ച് നമ്മളിതേ വാഹനം നേരെ മുന്നിലേക്ക് എടുക്കുന്നു. ഇനി വണ്ടി മൂവ് ആയാൽ ഉടൻ തന്നെ ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് നമ്മൾ സ്പീഡാക്കുക, ആക്സിലറേഷൻ കുറയ്ക്കുക, ക്ലച്ച് ഫുള്ള് പിടിക്കുക, വണ്ടിയുടെ ഗിയർ ലിവർ ന്യൂട്രാക്കുക, റൈറ്റ് ചേർത്ത് മേളിലേക്ക് ഇടുക. ഇപ്പോൾ സെക്കൻഡ് ഗിയറിലേക്ക് വന്നു, ഇത്രയേ ഉള്ളൂ സെക്കൻഡ് ഗിയർ എന്ന് പറയുന്നത്. വീണ്ടും സ്ട്രെയിറ്റ് റോഡ് ആണെങ്കിൽ വീണ്ടും ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് സ്പീഡാക്കുക, ആക്സിലറേഷൻ കുറയ്ക്കുക, ക്ലച്ച് പിടിക്കുക, നേരെ ന്യൂട്രൽ പൊസിഷൻ തൊട്ട് നേരെ താഴെ തേർഡ് ഗിയറിലേക്ക് വന്നു. ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ 3ാമത്തെ ഗിയറിലേക്ക് വളരെ സിമ്പിളായിട്ട് വന്നു. ഇപ്പോൾ 3ാമത്തെ ഗിയറിൽ ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് വരുവാണ്. വീണ്ടും നമ്മളൊരു ഇറക്കം കണ്ടു. ഇറക്കം കാണുമ്പോൾ നോർമൽ നമ്മൾ ബ്രേക്ക് ചവിട്ടുന്ന പോലെ തന്നെ ചവിട്ടുക. പക്ഷേങ്കിൽ ബ്രേക്ക് നമ്മൾ കുറച്ച് കുറവുണ്ടെങ്കിൽ പമ്പ് ചെയ്ത് ചവിട്ടി ബ്രേക്ക് ആക്കണം. ഇപ്പം ഞാനിതുകൊണ്ട് തേടി വരുവാണ്. ഇപ്പോൾ ചെറിയൊരു വളവാണ്, ബ്രേക്ക് വന്ന് ക്ലച്ച് ചവിട്ടി നേരെ ഇതുകൊണ്ട് സെക്കൻഡ് ഗിയറിലേക്ക് ഇട്ടു, ക്ലച്ച് റിലീസ് ചെയ്ത് ഇതുകൊണ്ട് സെക്കൻഡ് ഗിയറിൻ്റെ പിടുത്തത്തിലേക്ക് വന്നു. ഈ വളവ് നമ്മൾ ഇറങ്ങുന്ന സമയത്ത് സെക്കൻഡ് ഗിയറിലേക്ക് വന്നാണ് നമ്മൾ ഈ ടേൺ എടുക്കേണ്ടത്. വീണ്ടും എന്ത് ചെയ്യുന്നു? നമ്മൾ പതിയെ ആക്സിലറേഷൻ കൊടുത്ത് ഇതേ സെക്കൻഡ് ഗിയറിൽ ഇങ്ങനെ വരികയാണ്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു? വീണ്ടും നമുക്ക് റോഡ് സ്ട്രെയിറ്റ് ആയി കഴിഞ്ഞാൽ വണ്ടിക്ക് സ്പീഡാക്കാം. അതെ, ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് സ്പീഡാക്കി കഴിഞ്ഞാൽ അടുത്തൊരു ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ മുന്നിലായിട്ട് ഒരു വണ്ടി ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ സെക്കൻഡ് ഗിയറിൽ ഇങ്ങനെ പോവുകയാണ്. ഓക്കെ, വീണ്ടും എൻ്റെ കാല് ക്ലച്ചിലും ബ്രേക്കിലും വരുന്നു. അതിനുശേഷം വണ്ടി സ്ലോ ആയപ്പം ഞാൻ എന്തുകൊണ്ടോ ഫസ്റ്റ് ഗിയറിലേക്ക് ഇടുന്നു. ഫസ്റ്റ് ഗിയറിലിട്ട് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വന്ന് ദേ പതിയെ നമ്മൾ ഇതുണ്ട് ആക്സിലറേഷൻ കൊടുത്ത് നമ്മൾ വാഹനം വണ്ടി എടുക്കുന്നു. ഇനി വണ്ടിക്ക് മൂവ് ആക്കുന്നു, ആക്സിലറേഷൻ കുറയ്ക്കുന്നു, ക്ലച്ച് പിടിക്കുന്നു, ന്യൂട്രാക്കി റൈറ്റ് ചേർത്ത് മേളിലേക്ക് ഇടുന്നു. ഇതേ സെക്കൻഡ് ഗിയറിൽ വീണു. ഇപ്പോൾ സെക്കൻഡ് ഗിയറിൽ വന്നു. വീണ്ടും വണ്ടിക്ക് സ്പീഡാക്കി കഴിഞ്ഞാൽ നമുക്ക് ക്ലച്ച് പിടിച്ച് ഇതേ തേർഡ് ഗിയറിലേക്ക് ഇടാം. അതുകൊണ്ട് ഇപ്പോൾ 3ാമത്തെ ഗിയറിലാണ് വരുന്നത്. വീണ്ടും എൻ്റെ കാല് മെല്ലെ ബ്രേക്കിലേക്ക് വരികയാണ്. നിങ്ങൾ നോക്കുക. അതിന് ശേഷം വീണ്ടും ബ്രേക്കിലേക്ക് വരുന്നു. ചെറിയൊരു വളവ് നമ്മളിത് ഇറങ്ങി വരുന്നു. ഇനി വളവിൻ്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ നമ്മൾ ഗിയറിൽ ഇറങ്ങണം. ഇപ്പോൾ നമ്മൾ വരുന്നത് ശരിക്കും പറഞ്ഞാൽ തേർഡിലാണ്. വീണ്ടും ക്ലച്ച് ചവിട്ടി ഞാനിത് സെക്കൻഡ് ഗിയറിലേക്ക് ഇട്ട് ക്ലച്ചിൽ നിന്ന് റിലീസ് ചെയ്ത് സെക്കൻഡ് ഗിയറിൻ്റെ പിടുത്തത്തിൽ വന്നിട്ട് ഇതുണ്ട് ബ്രേക്ക് ബാലൻസ് ചെയ്ത് ഞാൻ ഡ്രൈവ് ചെയ്ത് പോവുകയാണ്. നിങ്ങൾ നോക്കുക, സെക്കൻഡ് ഗിയറിൻ്റെ പിടുത്തത്തിൽ ബ്രേക്ക് ബാലൻസ് ചെയ്ത് ഞാനിത് ഡ്രൈവ് ചെയ്ത് വരുന്നു. അതിനുശേഷം എന്ത് ചെയ്യുന്നു? വീണ്ടും ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് മൂവ് ആക്കുന്നു. അതിനുശേഷം എന്ത് ചെയ്യുന്നു? ഞാൻ വീണ്ടും തേർഡ് ഗിയറിലേക്ക് ഇട്ടു. ഇപ്പോൾ നിങ്ങൾ നോക്കുക, 3ാമത്തെ ഗിയറിലാണ് വണ്ടി ഡ്രൈവ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതുകൊണ്ട് തേർഡ് ഗിയറിൽ ഇങ്ങനെ ഡ്രൈവ് ചെയ്യുന്നു. ഇനി നമ്മൾ മുന്നിൽ ഒരു കയറ്റമോ വളവോ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും എന്ത് ചെയ്യണം? സെക്കൻഡ് ഗിയറിലേക്ക് കൊടുക്കുക. അതായത് ഇത് ക്ലച്ച് ചവിട്ടുക, സെക്കൻഡ് ഗിയറിലേക്ക് ഇടുക. അപ്പോൾ സെക്കൻഡ് ഗിയറിൻ്റെ പിടുത്തം വരും. വീണ്ടും നമുക്ക് എന്ത് ചെയ്യാം? പതിയെ ആക്സിലറേഷൻ കൊടുത്ത് നമുക്കിതുകൊണ്ട് ഇതുപോലെ ഡ്രൈവ് ചെയ്ത് പോകാനായിട്ട് കഴിയും. അപ്പം ഇത്രയും നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് വണ്ടി ഡ്രൈവ് ചെയ്യാനായിട്ട് കഴിയും. പിന്നെ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഈ സ്റ്റിയറിങ്ങിൻ്റെ പ്ലേ നിങ്ങൾ ശ്രദ്ധിക്കണം. കാരണം നമ്മൾ സ്റ്റിയറിംഗ് തിരിക്കുന്ന സമയത്ത് ഒരു നിശ്ചിത പ്ലേ കഴിഞ്ഞിട്ടാണ് സ്റ്റിയറിംഗ് തിരിഞ്ഞു വരുന്നത്. ഇപ്പോൾ ഉദാഹരണം പറയാം, ഇപ്പോൾ ഇങ്ങനെ ചേർന്ന് വരുന്ന സമയത്തുണ്ട് ഇങ്ങോട്ട് പിടിക്കുമ്പോൾ ഇത്ര ഒരു പ്ലേയും കഴിഞ്ഞിട്ടാണ് സ്റ്റിയറിംഗ് തിരിയുന്നത്. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അത് പ്രധാനമായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ ഇറക്കങ്ങളൊക്കെ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ബ്രേക്കിൽ കാല് വരുന്ന സമയത്ത് ബ്രേക്ക് ആദ്യം ചവിട്ടുമ്പോൾ ഇത്തിരി നമുക്ക് കിട്ടിയില്ലെങ്കിൽ ബ്രേക്ക് പമ്പ് ചെയ്ത് ചവിട്ട് ബ്രേക്ക് നമ്മൾ ആക്കണം. ഒപ്പം തന്നെ നമ്മൾ വളവൊക്കെ ഇറക്കങ്ങളൊക്കെ ഇറങ്ങുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇപ്പം ഞാൻ തേർഡ് ഗിയർ വരികയാണ്. നല്ല വളവ് ഇറക്കുവാണെങ്കിൽ നമ്മൾ തേർഡിൽ ഇറങ്ങാതെ സെക്കൻഡ് ഗിയറിലേക്ക് ഇടുക, ക്ലച്ച് റിലീസ് ചെയ്യുക, എന്നിട്ട് ബ്രേക്ക് ബാലൻസ് ചെയ്തുകൊണ്ടോ സെക്കൻഡ് ഗിയറിൽ ഇറങ്ങുക. ഇനി നല്ല ഭീകരമായിട്ടുള്ള കുത്തനെയുള്ള ഇറക്കങ്ങളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് ഗിയർ കൊടുത്തിറങ്ങുക. ഫസ്റ്റ് ഗിയർ കൊടുത്തു കഴിഞ്ഞാൽ എഞ്ചിന് നല്ല പിടുത്തം, എഞ്ചിനും ഗിയർ ബോക്സും നല്ല രീതിയിൽ പിടിച്ചാണ് ഇറങ്ങുന്നത്. അത് ഞാൻ നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇപ്പം ഇതുകൊണ്ട് ബ്രേക്കിലും ക്ലച്ചിലും വന്ന് വണ്ടി ഞാൻ സ്ലോ ചെയ്യുകയാണ്. എന്നിട്ട് എന്ത് ചെയ്യുന്നു? കുത്തനെയുള്ള ഇറക്കത്തെ ആ ഒരു പിടുത്തം നിങ്ങളെ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. അപ്പോൾ വണ്ടി ഞാനിത് ഫസ്റ്റ് ഗിയറിലേക്ക് ചേർത്തിടുകയാണ്.
ഇട്ടതിന് ശേഷം ബ്രേക്ക് അയക്കുന്നു. അതിനുശേഷം പതിയെ ക്ലച്ച് റിലീസ് ചെയ്ത് നിങ്ങൾ നോക്കുക. ഇപ്പം ഞാൻ ബ്രേക്ക് ചെയ്യാൻ എടുത്താൽ പോലും ഇതുകൊണ്ടോ വണ്ടി എൻജിൻ പിടിച്ചാണ് ഇറങ്ങുന്നത്. അപ്പോൾ ഈ ഇറക്കം കണ്ടോ, വാഹനം ഇങ്ങനെ പിടിച്ചിറങ്ങും. ഇനി സപ്പോർട്ടിനായിട്ട് നമ്മൾ മെല്ലെ ആവശ്യമുണ്ടെങ്കിൽ മാത്രം ബ്രേക്ക് അപ്ലൈ ചെയ്താൽ കൊടുത്താൽ മതി. അപ്പോൾ അത്രയധികം ഒരു പിടുത്തം നമുക്ക് വാഹനത്തിന്, എൻജിനും ഗിയർ ബോക്സും തമ്മിലുള്ള ആ ഒരു അത്രയധികം ഒരു പിടുത്തം നമ്മൾക്ക് വാഹനത്തിനുണ്ട്. ഇതിനാണ് എൻജിൻ ബ്രേക്കിംഗ് എന്ന് പറയുന്നത്. നമ്മൾ ഭീകരമായിട്ടുള്ള ഇറക്കങ്ങളും കുത്തനെയുള്ള ഇറക്കങ്ങൾ ഇറങ്ങുന്ന സമയത്ത് ഇത് സാധാരണ യൂസ് ചെയ്യാറുണ്ട്. ഇപ്പോൾ ഇവിടെ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. ഞാൻ നിങ്ങളെ ഡ്രൈവ് ചെയ്ത് കാണിച്ചതേ ഉള്ളൂ. വീണ്ടും എന്ത് ചെയ്യുന്നു, ക്ലച്ച് പിടിക്കുന്നു, സെക്കൻഡ് ഗിയറിലേക്ക് നമ്മൾ ഷിഫ്റ്റ് ചെയ്യുന്നു. വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു, തേർഡ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. കണ്ടോ, ഇപ്പം മൂന്നാമത്തെ ഗിയറിലേക്ക് വന്നു. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, ബ്രേക്ക് ബാലൻസ് ചെയ്ത് ഇതുകൊണ്ട് ലെഫ്റ്റ് സൈഡ് ചേർന്ന് നമ്മൾ ഡ്രൈവ് ചെയ്ത് വരികയാണ്. അപ്പോൾ ഇത് ഓടിക്കാനായിട്ട് ചെറിയൊരു പ്രാക്ടീസ് നിങ്ങൾക്ക് ആവശ്യമാണ്. അപ്പം ആ പ്രാക്ടീസ് പ്രോപ്പറായിട്ട് എടുക്കുക. ഒപ്പം തന്നെ ക്ലച്ചും ബ്രേക്കും ആക്സിലറേഷനും ഒക്കെ ചവിട്ടുന്ന സമയത്ത് കുറച്ച് കട്ടിയുണ്ട്. അതും കൂടെ നിങ്ങൾ അതായത് പെഡലിന് കട്ടിയുണ്ട്, അതും കൂടെ നിങ്ങൾ മനസ്സിലാക്കി ഡ്രൈവ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് പ്രയോജനമായെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. ഒപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് നൽകുക. വീണ്ടും നമുക്ക് നാളെ മറ്റൊരു അറിവുമായിട്ട് കാണാം. ഓക്കെ, ബൈ.